കാശ്മീർ എന്റെ മക്കളെ എന്റെ ഈ വേഷത്തിൽ ജീവിതത്തിൽ കണ്ടിട്ടുള്ളത്. എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇവിടുത്തെ തണുപ്പില്ലേ, ഒരു സാധനം ഇവളിത് ചിരിച്ചോണ്ടിരിക്കുന്നത് തടക്കുന്നില്ലോടി. അതുകൊണ്ടാ ചിരിക്കുന്നത്. ഹലോ, വെൽക്കം ബാക്ക് ടു പാറസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ കാശ്മീർ വ്ലോഗിൻ്റെ പാർട്ട് 2 വന്നിരിക്കുന്നത്. ഇപ്പോൾ പാർട്ട് 1 നമ്മൾ ബാംഗ്ലൂർ ടു ശ്രീനഗർ എത്തുന്നതും അവിടെയുള്ള കാഴ്ചകളും വിശേഷങ്ങളും പിന്നെ നമ്മുടെ ഡാൽ ലേക്കിലെ ഷിക്കാര റൈഡും ഒക്കെ ആയിട്ടുള്ളതാണ്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മേളിൽ ഐ ബട്ടണിലും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഡാൽ ലേക്കിൽ നിന്ന് ഷിക്കാര റൈഡിൽ നമ്മൾ ഇവിടെ നമ്മുടെ ഹൗസ് ബോട്ടിൽ എത്തിയിട്ടുണ്ട്. ഈ ഹൗസ് ബോട്ട് എന്ന് പറയുമ്പോൾ മൂവ് ചെയ്യുന്ന ടൈപ്പ് അല്ല കേട്ടോ, ഇതിങ്ങനെ ഒരിടത്ത് നിർത്തിയിട്ടേക്കാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എൻട്രി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതുപോലെ ഒരു സിറ്റിംഗ് ഏരിയ ആണ്. ഇവിടെ ഇരുന്നിട്ട് നമുക്കിങ്ങനെ ഡാൽ ലേക്കിലെ കാഴ്ചകളൊക്കെ നമുക്കിങ്ങനെ കണ്ട് ആസ്വദിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് നമ്മുടെ ചെരുപ്പൊന്നും അകത്തേക്ക് അലൗഡ് അല്ല. അപ്പോൾ നമ്മൾ ചെരുപ്പൊക്കെ പുറത്ത് ഊരിയിട്ടതിന് ശേഷം നമ്മളിവിടേക്ക് എൻട്രി ചെയ്യാണ്. ഈ കാണുന്ന ഈ ഒരു ഹാളിലെ ഇതാണ് ലിവിങ് ഏരിയ. വളരെ ഭംഗിയായിട്ടാണ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നല്ല രസമാണ് കേട്ടോ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ ഈ കാണുന്നത് ഇവിടുത്തെ ഹീറ്റർ ആണ്. അതായത് ഇതിൻ്റെ ഉള്ളിൽ വിറകൊക്കെ ഇട്ട് കത്തിച്ചിട്ട് ഇങ്ങനെ ചൂടാക്കുന്ന ടൈപ്പ്, അങ്ങനത്തെ ഒരു ഹീറ്റർ മോഡലാണ്. പിന്നെ നമ്മൾ അവിടുന്ന് നേരെ വരുന്നത് ഡൈനിങ് ഹാളിലേക്കാണ്. പിന്നീട് നമ്മളിങ്ങനെ നേരെ പോകുമ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതൊക്കെ റൂമുകളാണ്. നമ്മുടേത് ലാസ്റ്റ് റൂമായിരുന്നു, 3ാമത്തെ റൂം. ഇതിൽ 3 റൂംസ് ഉള്ള ഒരു ഹൗസ് ബോട്ടാണ് കേട്ടോ. അത് വേറൊരു റൂമാണ്. ഇനി നമ്മുടെ റൂമിലേക്ക് നമ്മൾ എൻട്രി ചെയ്യാനായിട്ട് പോവാണ്. ആണ് നമ്മുടെ റൂം. തണുത്തിട്ട് വയ്യാട്ടോ. ഇവിടെ ഒരു കട്ടിലുണ്ട്, അപ്പുറത്തൊരു കട്ടിലുണ്ട്. ഭയങ്കര സെറ്റപ്പൊന്നുമല്ല, എന്നാലും അടിപൊളി ഒക്കെയാണ്. AC വരെ ഉണ്ടല്ലേ, AC ഫാനൊക്കെ ഉണ്ട്. ഇതെന്താ വിൻഡോയാ? എന്നാലും വിൻഡോയാ, ഓപ്പൺ ആക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ഇവിടെ നമ്മൾ സ്ട്രെയിറ്റ് ഇവിടെ മിററൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ എന്താ, ഇവിടെ ഒരു കബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ വാഷ്റൂം. ഇതെന്താ ഇതിനകത്ത് ഇറക്കി വെച്ചേക്കുന്നത്? കുഴപ്പമില്ല. ഒരു ഇതെന്തുവാ, ഹീറ്റർ അല്ലേ? കാണുന്നില്ല, ക്യാമറ തിരിക്കടാ. ഇവിടെ ഗൈസ്, ഇത് ഞാനാ, പനി പിടിച്ചതല്ല. പിന്നെ ഇവിടെ വേറൊരാൾ ഇരിപ്പുണ്ട്. ഇങ്ങനെ ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളു, എല്ലാ സാമഗ്രികളും ഇട്ടോണ്ടിരിക്കുന്ന. ഇവിടുത്തെ തണുപ്പില്ലേ, ഒന്നാമത് വിന്റർ സീസണാ, അതിൻ്റെ കൂടെ തണുപ്പും കൂടെ ആണെങ്കിൽ ഇതാണ് നമ്മുടെ ഹൗസ് ബോട്ടിലെ നമ്മുടെ ഹെൽപ്പറായിട്ടുള്ള യശ്മിൻ ഭായ്. നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്ത് റെഡി ആയിട്ട് ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ ഈ ഹൗസ് ബോട്ടിൽ നിന്ന് അക്കരയ്ക്ക് പോകണം. അപ്പുറത്ത് പോയിട്ട് വേണം ഫുഡ് കഴിക്കാൻ.
ഹൗസ് ബോട്ടിൽ നിന്ന് ഷിക്കാരയിലൂടെ മാത്രമേ നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഷിക്കാര എത്തി. നമ്മൾ ഷിക്കാരയിൽ കയറിയിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിലെത്തി. ഗേറ്റ് നമ്പർ 9 ഓപ്പോസിറ്റായിട്ട് കുറച്ച് അങ്ങോട്ട് ഒരു 100 മീറ്റർ നടന്നു കഴിയുമ്പോൾ നമ്മളിവിടെ എത്തും. ഫുഡ് കഴിപ്പാണ്. കുറച്ചെന്തൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒന്നും കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ കുറച്ച് ഇരുന്ന് നല്ല ചൂട്. ഇതിൻ്റെ ഉള്ളിലോട്ട് കയറിയപ്പോൾ നല്ല സുഖം. ഇവിടെ കുറേ നേരം ഇരിക്കാം, പക്ഷെ ഒത്തിരി നേരം ഇരിക്കാൻ പറ്റില്ല. നമുക്ക് എത്ര മണി വരെ? 7:45 8-നുള്ളിൽ 8 മണിക്കുള്ളിൽ ഈ നമ്മുടെ ഡാൽ ലേക്കിൻ്റെ അവിടെ നിന്ന് നമ്മുടെ ഹൗസ് ബോട്ടിലേക്കുള്ള ഷിക്കാര ഡ്രൈവ് ക്ലോസ് ആവും. അപ്പം അതിന് മുമ്പായിട്ട് നമ്മൾ അവിടെ ചെല്ലണം. എന്താ ഫ്രൈഡ് ചിക്കൻ മോമോസ്. തന്തൂരി റൊട്ടി, തന്തൂരി നാൻ, ഇത് ചിക്കൻ കറി. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു വന്നിട്ട് നമുക്ക് പുറത്ത് പോയി ആ ലേക്കിൽ കൂടെ വന്നിട്ട് തണുപ്പ് സഹിക്കാൻ വയ്യാഞ്ഞിട്ട് നമ്മൾ വന്നപ്പോൾ തന്നെ ആ ലിവിങ് റൂമിലുള്ള ഹീറ്ററിൻ്റെ അടുത്ത് പോയിരുന്ന കൈയൊക്കെ ചൂടാക്കി എടുക്കുകയാണ്. അല്ല കാശ്മീർ എന്റെ മക്കളെ അതായ തണുപ്പാ കേട്ടോ. എന്നോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന്. ഇവരുടെ ആഗ്രഹമായിരുന്നു കാശ്മീരിൽ പോടാ. അത്ര കാശ്മീര് മക്കളെ ഇത് കണ്ട ഇത് എന്റെ വേഷം കണ്ട. ബാഗ് കാണിച്ചേ. ഇത് നമ്മുടെ യശ്മിൻ ഹൗസ് ബോട്ടിന്റെ മാനേജർ. നമുക്കറിയത്തില്ല. പുള്ളിയ ചൂടുവെള്ളം കൊണ്ട് തന്ന് കുടിക്കാൻ. അത് കഴിഞ്ഞിട്ട് കുടിക്കാൻ അത് കഴിഞ്ഞിട്ട് ഒരു സാധനം വാട്ടർ ബാഗ് അതിന് വരെ പുള്ളി ഹോട്ട് ബാഗ് പുള്ളി അതിനകത്ത് ചൂടുവെള്ളം നിർത്തിട്ട് പറഞ്ഞു മറ്റേ ബെഡിന്റെ അകത്തേക്ക് ഇട്ടോളാൻ. എന്നിട്ട് കിടന്നോളാൻ പറ്റുന്ന സംവിധാനം. കാരണം ഇവിടെ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര സെറ്റപ്പ് ഒന്നും ഇവിടെ പറ്റത്തില്ല. നമ്മൾ മറ്റു ഹോട്ടലിലൊക്കെ പിന്നെ ഇവിടെ നമുക്ക് എന്താ ഹീറ്റർ വേണമെന്നുണ്ടെങ്കിൽ എങ്ങാണ്ട് 4000, 5000, 6000 രൂപയൊക്കെയാണ്. പക്ഷെ അതും ഒരു കുഴപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുൾ ടൈം കത്തിച്ച് അത് ഓൺ ചെയ്തിടാൻ പറ്റത്തില്ല. കാരണം ഇത് വുഡ് വെച്ചിട്ടല്ലേ ഇത് എല്ലാം കൂടെ കത്തിപ്പോവും. ബും എന്ന് പറഞ്ഞാണ് കത്തിപ്പോവും. എങ്ങനെ ബും അത് മോനോട്ടന്റെ വക എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. കൊട്ടേക്കാളെ ഇവളിത് ചിരിച്ചോണ്ടിരിക്കുന്നത് നടക്കുന്നില്ലോടി. അതുകൊണ്ടാ ചിരിക്കുന്നത്. നിങ്ങൾ എന്റെ ഈ വേഷത്തിൽ ജീവിതത്തിൽ കണ്ടത് കേട്ടോ. ഇവിടെ ഒരു ആതങ്കവാദിനോട്ട് നടക്കുവോ? അപ്പൊ ശരി. സോ നമ്മളിപ്പം നമ്മുടെ ഫസ്റ്റ് ഡേ ശ്രീനഗറില് അല്ലെങ്കിൽ കാശ്മീരിൽ വന്നിട്ട് ഫസ്റ്റ് ഡേ ഹൗസ് ബോട്ടിലാണ് നമ്മളിപ്പോ ഉള്ളത്. നമ്മള് ഫുൾ പാക്കേജ് നമ്മള് മേക്ക് മൈ ട്രിപ്പ് വഴി തന്നെയാണ്. നമ്മൾ ഇതിനു മുമ്പേ മേക്ക് മൈ ട്രിപ്പിന്റെ പാക്കേജ് നമ്മൾ എടുത്തിട്ടുണ്ട്. പക്ഷെ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ ചെക്ക് ഇൻ ചെയ്തപ്പോ തന്നെ അവിടെ പയ്യന്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ ആ പയ്യന്റെ അടുത്ത് നമ്മൾ ചോദിച്ചു എങ്ങനെയാണ് ഡിന്നറിന്റെ കാര്യം. അപ്പൊ പുള്ളി പറഞ്ഞു സാർ വേണമെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ഡിന്നർ കൊണ്ട് തരാം. അപ്പം ഇരട്ടി പൈസ ഓപ്ഷൻസ് കുറവാണ്. റൈസ് അങ്ങനത്തെ എല്ലാം കൂടെ ചേർത്തിട്ട് പെർ ഹെഡിന് 600 650 റുപ്പീസ് ആവും. അപ്പൊ കുറച്ച് റൈസ്, ഒരു ചപ്പാത്തി, ഒരു ചിക്കൻ്റെ ഒരു ഡാല്, അങ്ങനെ അത്രേ വരുന്ന. ഈ പയ്യൻ തന്നെ പറഞ്ഞു നോൺ വെജ് ആണ് കഴിക്കാൻ പോകുന്നെങ്കിൽ അവിടെ പോയി കഴിച്ചോളൂ, അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞു. ഫുഡ് കഴിച്ചു. എന്നിട്ട് തിരിച്ച് അപ്പൊ രസം എന്താ വെച്ചാൽ ഈ ആദ്യം ഈ പയ്യൻ പറഞ്ഞത് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ 100 രൂപ ബോട്ടുകാരന് കൊടുക്കേണ്ടി വരും. എന്തായാലും ആ സമയത്ത് പിന്നെ പറഞ്ഞു ഇല്ല, ടൂർ പാക്കേജുകാർ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അതിന്റെ ആവശ്യമില്ല സാറേ, പോയിട്ട് വരാം. അപ്പൊ അവര് തന്നെ വിളിച്ചല്ല, അവിടെ നിന്ന് നമ്മളൊരു അവർ ഓരോ ഗേറ്റ് ഉണ്ട് കേട്ടോ. അവിടെ ഗേറ്റ് 1, ഗേറ്റ് 2, ഗേറ്റ് 3, ഗേറ്റ് 4 അങ്ങനെ കുറെ ഗേറ്റ് ഉണ്ട്. അപ്പൊ ഇതില് ഗേറ്റ് 9 ആണ് നമ്മുടെ മേക്ക് മൈ ട്രിപ്പിന്റെ. നമ്മുടെ ബോട്ടിന്റെ പേര് എന്തായിരുന്നു?
വിക്ടോറിയ സി നമ്മള് ബുക്ക് ചെയ്യാൻ നേരം വിക്ടോറിയെന്നും അങ്ങനെ പല പേരുകളും ആയിരിക്കും കാണുന്നത്. പക്ഷെ ഇവിടെ വരുമ്പോഴ് അതിന്റെ പേര് അങ്ങനെയൊന്നുമല്ല. കാരണം ഇത് പെർമിറ്റ് ചെയ്തേക്കുന്ന ഒരു പേരുണ്ട്, ആ പേരായിരിക്കും ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ പക്ഷെ കുഴപ്പമില്ല, നമ്മൾ ആ ഗേറ്റിന്റെ അവിടെ ഇന്ന പോലെ ഇവരുടെ അടുത്ത് നമ്മൾ പറയുമല്ലോ ഇന്ന പോലെ വിക്ടോറിയ എന്ന് പറയുമ്പോൾ അവർ നമ്മളെ കൃത്യ സ്ഥലത്ത്, പക്ഷെ വരുന്ന സമയത്ത് അത് വേറെ പേരായിരിക്കും. അതൊന്നും കുഴപ്പമൊന്നുമില്ല, അത് വേറെ കുഴപ്പമൊന്നുമില്ല, അതൊന്നും വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും. പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ടൈം കറണ്ട് ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ AC കണ്ടില്ലേ, ഈ AC ബാക്കിൽ കാണാലോ, ഇത് ഇപ്പൊ 31 ഡിഗ്രിയിൽ ഇട്ടേക്കോ. അത് 8 മണിക്ക് അത് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ കേട്ടോ. അതിന് മുമ്പേ നമ്മള് ഫ്രണ്ടിൽ പോയപ്പോ അവിടെ ഒരു ഹീറ്റർ പോലെ ഒരു സാധനം, പക്ഷെ അതിൽ നല്ല അവിടെ ചെന്നപ്പോഴാണ് ഒരു ആശ്വാസം. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഈ സംഭവം ഇല്ല. അപ്പൊ പയ്യൻ നമ്മുടെ അടുത്ത് പറഞ്ഞു 8 മണി ആവുമ്പത്തേക്ക് സാർ ഇത് ഓൺ ചെയ്യും. അത് കഴിയുമ്പോ എല്ലായിടത്തും, അതായത് ഈ ഹൗസ് ബോട്ട് എല്ലാം, ഈ ഓരോ ഹൗസ് ബോട്ടും എല്ലാ ഹൗസ് ബോട്ടും കണക്റ്റഡ് ആണ്. അപ്പം അതുപോലെ ഇങ്ങോട്ട് വരാനുള്ളതും 8 മണി വരെ. ഇവര് പറഞ്ഞു വിട്ട ആ ഒരു കാര്യമുണ്ട്, അതായത് ഫുഡ് കഴിക്കാൻ സാറ് പോയിട്ട് നമ്മള് 7:45 8 മണിക്കുള്ളിൽ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം. കാരണം ആ ഗേറ്റിന്റെ അവിടുന്ന് ഇങ്ങോട്ടുള്ള ആ ചെറിയ ബോട്ടുകളുണ്ടല്ലോ, അത് 8 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിർത്തും. അപ്പം അങ്ങനെയൊക്കെ ആണ്. പിന്നെ എന്താ പറയുന്നത്, അത്യാവശ്യം എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഹിന്ദി കുറച്ച് അറിയാമെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവര് സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലായി, അത് കാശ്മീരി ഭാഷ തന്നെയാണ്. പക്ഷെ അല്ലാതെ അവരെല്ലാവരും നല്ല 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 ആൾക്കാരാട്ടോ. കശ്മീരി ലാംഗ്വേജ് നമുക്ക് ഒട്ടും മനസ്സിലാകത്തില്ല, അത് വേറെ എന്തൊക്കെയോ എന്താന്ന് ഒന്നും മനസ്സിലായില്ല. പക്ഷെ ഇപ്പൊ തന്നെ ഈ എന്താ നമ്മള് ഈ ബോട്ടിലെ ആയാലും അല്ലാതുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ആൾക്കാർ നല്ല തിരക്കുണ്ട് കേട്ടോ. അത്യാവശ്യം കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ. നമ്മൾ ഇതില് ഈ ഒരു നമ്മളിപ്പം കാശ്മീരിലോട്ട് ട്രിപ്പ് എന്ന് പറയുമ്പോൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഇനിയും വരുന്ന വീഡിയോയിൽ പറയുന്നതായിരിക്കും. നമ്മള് ചെറുതായിട്ട് നമ്മള് വിചാരിക്കാത്ത പല കാര്യങ്ങൾ, അത് വെറുതെ സാധാരണ മഞ്ജു ഒരു ട്രിപ്പ് നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിക്കാരി അത് ആ ലൊക്കേഷനെ കുറിച്ച് നോക്കുകയൊന്നും ചെയ്യത്തില്ലായിരുന്നു. പക്ഷെ അത് നോക്കിയോണ്ട് നമുക്ക് അറിയാൻ പറഞ്ഞ ഒരു പറ്റി. അതുകൊണ്ട് നമ്മൾ കുറെ കാര്യങ്ങളിൽ പെട്ടില്ല. അപ്പൊ അതൊക്കെ ഇനി വരുന്ന വീഡിയോയിൽ അത് പറഞ്ഞ ഒരു കാര്യം അത് പറഞ്ഞതിലാണ് നമ്മള് ആ ഡ്രൈവറിനെ കണ്ടപ്പം ഡ്രൈവർ ഇങ്ങനെ നടന്നു വരുവാണ്. അപ്പൊ ഡ്രൈവർ കൈ കാണിച്ചു. അപ്പൊ ഞാൻ ഫോണിൽ വിളിച്ചിട്ടുണ്ട്, ഡ്രൈവർ കൈ കാണിച്ചു. അപ്പൊ ഡ്രൈവർ എന്റെ അടുത്തേക്ക് വരും. അപ്പൊ ഞാൻ നമ്മുടെ ലഗേജ് ഇങ്ങനെ നമ്മള് അങ്ങോട്ട് കൊണ്ടുപോകണല്ലോ. അപ്പൊ ഡ്രൈവർ നേരെ വരുന്നതിന് ഡ്രൈവറിന് തൊട്ട് മുമ്പ് വേറെ ഒരാളും കൂടെ വന്നിട്ട് എന്റെ ലഗേജ് അങ്ങ് പിടിച്ചുകൊണ്ട് പുള്ളി പറഞ്ഞിട്ട് നമസ്കാരം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിയെ കൊണ്ടുപോയി. അപ്പൊ ഞാൻ ഓർത്ത് കൊള്ളാലോ, ഡ്രൈവറും ഉണ്ട്. ഇനി നമ്മുടെ ഇവിടെ ലോക്കൽ സൈറ്റ് സീയിങ്ങിനും കിളിയോട്, അതോ ഇനി നമ്മുടെ ലോക്കൽ ഗൈഡാണെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ഭയങ്കര സന്തോഷം. വണ്ടിയുടെ അടുത്ത് വന്നു കഴിഞ്ഞ് എന്താ ബഹുമാനം, മഞ്ജുവിനെ കയറ്റിയിരുത്തുന്നു, മോനെ കയറ്റിയിരുത്തുന്നു, എന്നെ കയറ്റിയിരുന്നു. ഡോറെല്ലാം അടച്ചു തന്നിട്ട് പിന്നെ ഡോറ് തുറന്നിട്ട് സാറ് പോവാണോ എന്നൊരു ചോദ്യം ചോദിച്ചിട്ട് ഒരു ഇങ്ങനെ. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് അല്ല, ഞാൻ നമ്മൾക്ക് അങ്ങനെ അത്ര ഒരു ഉദ്ദേശം പോയില്ല. അത് കഴിഞ്ഞപ്പോ എനിക്ക് അത് പിടികിട്ടി. അപ്പൊ അങ്ങനെ ചില കാര്യങ്ങൾ അങ്ങനെ പൈസ ഉണ്ടാക്കുന്ന ഒരു സെറ്റ് കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അത് അങ്ങനത്തെ കുറെ ഉടായ്പുണ്ട്. പക്ഷെ അതിലും വലിയ കുറെ കാര്യങ്ങളുണ്ട്. നമ്മള് കാശ്മീരിലേക്ക് ഇന്ത്യയിൽ തന്നെ ആണെങ്കിലും ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. കാലാവസ്ഥ ഭയങ്കരമാണ് കേട്ടോ. ഭയങ്കര തണുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില്ലാണ്. അപ്പം ആ ബാക്കിയുള്ള സ്ഥലങ്ങളിലെ കാഴ്ചകളും പിന്നെ ഇവിടുത്തെ സ്പെഷ്യാലിറ്റികളും പിന്നെ കാശ്മീരി വരുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ അടുത്ത വീഡിയോസിൽ നമ്മൾ വീണ്ടും കാണുന്നുണ്ട്. അപ്പൊ അതുവരെ അറിയാമല്ലോ. അപ്പൊ ഇപ്പൊ നമ്മുടെ പയ്യന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചൂടുവെള്ളം കൊണ്ട് തരാനും. ചൂടുവെള്ളം കൊണ്ട് തന്നു. പിന്നെ AC ഇട്ടിട്ടുണ്ട്. AC എന്ന് പറയുമ്പോൾ തണുപ്പല്ല, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. അതിനുവേണ്ടി നമുക്ക് AC യൂസ് ചെയ്യാം. അപ്പൊ അതൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുന്നു. എന്താ അപ്പൊ ഒരു ചൂടുവെള്ളവും കുടിച്ച് ഞങ്ങൾ ഇവിടെ ഇരിക്കാം. താങ്ക് യു. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ വീണ്ടും കാണാം. Till then, take it. Bye.